അടുത്തതായി ഞെട്ടാൻ പോകുന്നത് CPM-ഉം BJP-യും ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉദ്വേഗത്തിലായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശരിയായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും അതു ചെയ്യാത്തവർ സൂക്ഷിച്ചോളൂ എന്നുമുള്ള മുന്നറിയിപ്പായിരുന്നു സതീശന്റേത്. ഇനിയും ചിലതെല്ലാം പുറത്തു വന്നേക്കാമെന്ന സന്ദേശം കൂടി അതു നൽകി. ഒരു പേടിയുമില്ലെന്ന മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സന്ദീപ് വാര്യർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് ചോദിച്ചതോടെ BJP-ക്കുള്ളിലും കൊണ്ടുപിടിച്ച ചർച്ച നടക്കുന്നുണ്ട്. BJP-യിലായിരിക്കെ സന്ദീപിന്റെ കടുത്ത വൈരിയായിരുന്ന നേതാവിനെ തന്നെയാണ് അദ്ദേഹം ഉന്നമിട്ടതെന്ന് സൂചനകളുണ്ട്. ഇവർക്കിടയിലെ പോര് അന്ന് BJP-ക്ക് പുറത്തേക്കും വ്യാപിച്ചിരുന്നു. പരാതിക്കാരി BJP സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയെന്നു വിവരമുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങൾ മാത്രമാണതെന്നാണ് BJP കേന്ദ്രങ്ങളുടെ വിശദീകരണം. CPM-മുകാർ അധികം കളിക്കരുത്, ഞെട്ടിപ്പോകും എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഒരു വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരം പങ്കുവയ്ക്കുകയാണ് സതീശൻ ചെയ്തതെന്ന് കരുതുന്നവരുണ്ട്. പാർട്ടി നേതാവിനെതിരെയുള്ള ഈ പരാതി നേതൃത്വം അവഗണിച്ചെന്ന വിവരമാണ് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. രാഹുലിനെതിരെ നടപടി കൈക്കൊണ്ട ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ വസതിക്കു മുന്നിൽ CPM-ഉം BJP-യും നടത്തിയ പ്രതിഷേധം കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. LDF മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോപണവിധേയരുണ്ടായിരിക്കെ കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മികതയാണ് CPM-ന് ഉള്ളതെന്ന ചോദ്യം KPCC നേതൃയോഗത്തിലുയർന്നു. പാർട്ടിക്കകത്തെ ഈ വികാരമാണ് സതീശന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നതെങ്കിലും അതിലൂടെ അദ്ദേഹം ഒരു വൻ സസ്പെൻസും നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അടഞ്ഞ അധ്യായം എന്ന നിലപാടിൽ കോൺഗ്രസ്. സർക്കാരിനെതിരെയുള്ള പ്രചാരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും കടക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. ഇന്നലെ തന്നെ KPCC നേതൃയോഗം ഓൺലൈനായി ചേർന്നു. നേവൽ ബേസിൽ നിന്നും കപ്പൽശാലയിൽ നിന്നും കരിയോയിലുമായി പുറപ്പെട്ട 2 ലോറികൾ GST വകുപ്പ് പിടികൂടിയത് വിട്ടുകിട്ടാൻ കൈക്കൂലി നൽകിയെന്ന പരാതി കാസർകോട്ടെ കമ്പനിയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. കൊച്ചിയിലെ ശിവസേന നേതാവ് TR ദേവൻ വഴി 5 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും 2 ലക്ഷം രൂപ നൽകിയിട്ടും 13 ലക്ഷം രൂപ പിഴയിട്ടെന്നുമായിരുന്നു പരാതി. കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും എന്നാൽ ഇത് കമ്പനിക്ക് വേണ്ടി അഭിഭാഷകനെ ഏർപ്പാടാക്കിയതിന്റെ ഫീസാണെന്നുമാണ് ദേവന്റെ വിശദീകരണം. കമ്പനിയുടെ ലോറികൾ വിട്ടുകൊടുക്കാൻ GST ഉദ്യോഗസ്ഥനെ നേരിൽ കണ്ടിരുന്നുവെന്നും തുടർച്ചയായി വിളിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ദേവൻ കമ്പനിക്ക് വേണ്ടി സമീപിച്ചതായി ആരോപണവിധേയനായ GST ഡെപ്യൂട്ടി കമ്മീഷണറും മനോരമയോട് സമ്മതിച്ചിരുന്നു. കപ്പലിൽ ഉപയോഗിച്ച കരിയോയിലുമായി കഴിഞ്ഞ നവംബറിലാണ് ലോറികൾ പിടിയിലായത്. ലോറി വിട്ടുകിട്ടാൻ ദേവനെ സമീപിക്കാൻ നിർദ്ദേശിച്ച് ഉദ്യോഗസ്ഥർ ഫോൺ നമ്പർ കൈമാറിയെന്നും ദേവന്റെയും സുഹൃത്ത് ഉണ്ണികൃഷ്ണന്റെയും അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ നൽകിയെന്നും കമ്പനി ഡയറക്ടർമാർ പറയുന്നു. ഇതിനിടെ ആദ്യ ലോറിക്ക് 6 ലക്ഷം രൂപ പിഴയിട്ടിരുന്നു. ഈ തുക അപ്പീൽ വഴി റീഫണ്ട് ചെയ്ത് കിട്ടുമെന്നാണ് ധരിപ്പിച്ചത്. പിന്നീട് രണ്ടാമത്തെ ലോറിക്ക് 7 ലക്ഷം രൂപ പിഴ ഈടാക്കി. കേന്ദ്ര GST-യിലെ ഉന്നതരെ സ്വാധീനിച്ച് ഭാവിയിലെ GST പരിശോധനകൾ ഒഴിവാക്കാനെന്ന പേരിൽ ദേവൻ മുംബൈ യാത്ര നടത്തിയെന്നും ഈ ആവശ്യത്തിനായി വിമാന ടിക്കറ്റും യാത്ര ചെലവിനുള്ള പണവും നൽകിയെന്നും ഇവർ ആരോപിക്കുന്നു. അച്ചടക്ക നടപടിയോടെ ഇന്നലെയും രാഹുൽ പ്രതികരിച്ചില്ല. അന്തരീക്ഷം ശാന്തമായ ശേഷം സംസാരിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് അടുപ്പമുള്ളവർ രാഹുലിന് നൽകിയിരിക്കുന്നത്. പൊതുപരിപാടികളിൽ തൽക്കാലം രാഹുൽ പങ്കെടുക്കില്ല. സെപ്റ്റംബർ 15-ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശമാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. കരിയോയിൽ സംസ്കരണ കമ്പനിയെ നികുതിപ്പിഴയിൽ നിന്ന് ഒഴിവാക്കാൻ GST ഉദ്യോഗസ്ഥർക്ക് എന്ന പേരിൽ ഇടനിലക്കാരൻ കോഴ കൈപ്പറ്റിയതിൽ വിജിലൻസ് അന്വേഷണം. എറണാകുളം സെൻട്രൽ റേഞ്ചിനോട് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉത്തരവിട്ടു. വകുപ്പുതലത്തിൽ അന്വേഷിക്കുമെന്നും കുറ്റക്കാർ എന്ന് കണ്ടാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. പൊതുപ്രവർത്തകനെന്ന നിലയ്ക്ക് ലോറി വിട്ടുകിട്ടാൻ GST ഉദ്യോഗസ്ഥനെ നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ദേവൻ പറയുന്നു. നിയമ നടപടിക്ക് അഭിഭാഷകനെ ഏർപ്പാടാക്കി നൽകി. അഭിഭാഷകന്റെ ഫീസായാണ് പണം കൈപ്പറ്റിയത്. പിന്നീട് താനും അഭിഭാഷകനും പിന്മാറിയെന്നും തുക പണമായി ജനുവരി 28-ന് തിരിച്ചുകൊടുത്തു എന്നുമാണ് ദേവന്റെ വിശദീകരണം. വിമാന ടിക്കറ്റ് കൈപ്പറ്റിയത് സംഭാവന എന്ന നിലയ്ക്കാണ്. ആരോപണം കെട്ടിച്ചമച്ചതാണെന്നാരോപിച്ചും കമ്പനിയുടെ പ്രവർത്തനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും ദേവൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. GST വകുപ്പിൽ ദല്ലാളന്മാരെ വച്ചാണ് വ്യാപകമായി അഴിമതി നടക്കുന്നത്. GST വകുപ്പിന്റെ തലപ്പത്ത് CPM അനുഭാവികളാണ്. അവർ വകുപ്പിനെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുകയാണ്.
വലത് കൈയിൽ വലിയ കറുത്ത പാട് കണ്ടെത്തിയതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചോദ്യങ്ങളുയരുന്നു. വലത് കൈയുടെ പിൻവശത്താണ് കറുത്ത പാട്. അടുത്തിടെ നടന്ന ചില കൂടിക്കാഴ്ചകളിൽ ഈ പാട് മേക്കപ്പിട്ട് മറച്ചുവയ്ക്കുകയോ ഇടത് കൈകൊണ്ട് മറച്ചു പിടിക്കുകയോ ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കറുത്ത പാട് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത്. തിങ്കളാഴ്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ മ്യുങ്ങുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള ചിത്രങ്ങളിൽ ഈ പാട് വ്യക്തമായി കാണാം. ജൂലൈയിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലെയനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇക്കഴിഞ്ഞ 22-ന് ഫിഫ പ്രസിഡന്റായി ജിയാനി ഇൻഫാന്റിനോയുമായുള്ള കൂടിക്കാഴ്ചയിലും കറുത്ത പാട് മേക്കപ്പ് ഉപയോഗിച്ച് മറച്ചിരുന്നു. അടിക്കടിയുള്ള ഹസ്തദാനവും ഹൃദയരോഗ പ്രതിരോധ ചികിത്സയുടെ ഭാഗമായി ആസ്പിരിൻ കഴിക്കുന്നതിന്റെയും ഭാഗമായാണ് കറുത്ത പാട് കാണപ്പെടുന്നതെന്നാണ് ട്രംപിന്റെ ഡോക്ടർ ഷീൻ ബാർബബെല്ല വ്യക്തമാക്കിയത്. നിരവധി ആളുകളുമായി ഹസ്തദാനം ചെയ്യുന്നതിന്റെ ഫലമായാണ് കറുത്ത പാട് രൂപപ്പെട്ടതെന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലിവിറ്റിന്റെ പ്രതികരണം. യുക്രൈൻ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾക്ക് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി നന്ദി പറഞ്ഞു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ സംഭാവന യുക്രൈൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. ചർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ യുക്രൈൻ മാനിക്കുന്നുവെന്ന് സെലൻസ്കി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ ആശംസാ സന്ദേശക്കത്തും സെലൻസ്കി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ മാസം 24-നായിരുന്നു യുക്രൈൻ സ്വാതന്ത്ര്യദിനം. ജമ്മു കാശ്മീരിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഇതുവരെ 13 പേർക്ക് ജീവൻ നഷ്ടമായി. നദികൾ കരകവിഞ്ഞൊഴുകുന്നതും പലയിടത്തും വെള്ളം കയറിയതും ഭീഷണിയാണ്. മഴയെ തുടർന്നുണ്ടായ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി. പലയിടത്തും പാലം തകർന്നു. തിങ്കളാഴ്ച മുതൽ കനത്ത മഴയാണ് ജമ്മു മേഖലയിൽ അനുഭവപ്പെടുന്നത്. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ഉയർന്ന മഴയാണ് ഇവിടെ പെയ്യുന്നത്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം റോഡുകളും പാലങ്ങളും തകർന്നു. പല വീടുകളും വെള്ളത്തിനടിയിലായി. നിരവധി പേർ മാറി താമസിച്ചു. ട്രെയിൻ ഗതാഗതവും താറുമാറായി മാറി. ജമ്മു കത്ര സ്റ്റേഷനുകളിൽ നിർത്തുകയോ അവിടെ നിന്ന് പുറപ്പെടുകയോ ചെയ്യുന്ന 22 ട്രെയിനുകൾ റദ്ദാക്കി. കിഷ്ട്വാർ, ദോഡ, രജോരി ജില്ലകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വീടുകളും കാലിത്തൊഴുത്തുകളും തകർന്നിട്ടുണ്ട്. കിഷ്ട്വാറിലെ പദ്ദർ റോഡിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. രാംനഗർ, ഉദംപൂർ, ജംഗൽവാർ, തൃത്തി റോഡുകൾ ഉരുൾപൊട്ടൽ മൂലം തടസ്സപ്പെട്ടു. രവി നദിയുടെ തീരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങി. ചെനാബ് നദിയിലും ജലനിരപ്പ് ഉയർന്നു. റിയാസി ജില്ലയിലെ മാതാ വൈഷ്ണദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ ഉരുൾപൊട്ടലിൽ 9 പേർ മരിച്ചു. 21 പേർക്ക് പരിക്കേറ്റു. ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ആശങ്ക. കടയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള അധകാരിയിലെ ഇന്ദ്രപ്രസ്ഥ ഭോജനാലയത്തിന് സമീപമാണ് ഉരുൾപൊട്ടലുണ്ടായത്. മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നിർത്തിവെച്ചു. ഇറാനുമായി നയതന്ത്രബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം നടന്ന 2 ജൂതവിരുദ്ധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്നാരോപിച്ചാണ് നടപടി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സിഡ്നിയിലെ ലൂയിസ് കോണ്ടിനെന്റൽ കിച്ചന് നേരെയും ഡിസംബറിൽ മെൽബണിലെ ഇസ്രായേൽ സിനഗോഗിന് നേരെയും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ASIO കണ്ടെത്തിയതായി ആൽബനീസ് വ്യക്തമാക്കി. ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചു. ടെഹ്റാനിലെ നയതന്ത്രോദ്യോഗസ്ഥരെ പിൻവലിച്ച ഓസ്ട്രേലിയ ഇറാന്റെ അംബാസഡറോട് ഒരാഴ്ചയ്ക്കകം രാജ്യം വിടാനും ഉത്തരവിട്ടു. ഇറാന്റെ സൈനിക വിഭാഗമായ റെവല്യൂഷണറി ഗാർഡിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാൻ നടപടി തുടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമാണ് ഓസ്ട്രേലിയ മറ്റൊരു രാജ്യത്തിന്റെ അംബാസഡറെ പുറത്താക്കുന്നത്. അടുത്ത മാസം UN സമ്മേളനത്തിൽ പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിക്കുമെന്ന് ഈ മാസം 11-ന് ഓസ്ട്രേലിയ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ ആൽബനീസിനെ പേരെടുത്തു വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗത്തെത്തി. ഇസ്രായേലിനെ അണുനണിപ്പിക്കാനാണ് ഇറാനെതിരായ നീക്കമെന്നാണ് വിലയിരുത്തൽ.
ഗാസയിലെ അൽ നസർ ആശുപത്രി പരിസരത്ത് ഹമാസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ തകർക്കാനാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം മാധ്യമപ്രവർത്തകരടക്കം കൊല്ലപ്പെട്ട അൽ നസർ ആശുപത്രിയിലെ മിസൈൽ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകനും ഉൾപ്പെടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിനു ശേഷം പ്രതികരിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനാണ് ഹമാസ് ക്യാമറ സ്ഥാപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ ആരോപിച്ചു. വാർത്താ ഏജൻസികളായ റോയിറ്റേഴ്സിന്റെയും അസോസിയേറ്റഡ് പ്രസിന്റെയും മാധ്യമപ്രവർത്തകർ സൈന്യത്തിന്റെ ലക്ഷ്യമായിരുന്നില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു. അൽ നസർ ആശുപത്രിക്ക് നേരെ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരടക്കം 20 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് യോഗം ചേർന്നു. ഗാസയിൽ അടുത്ത ഘട്ടത്തിലെ നടപടി സംബന്ധിച്ച് തീരുമാനിക്കാനാണ് യോഗം ചേർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മാധ്യമപ്രവർത്തകരടക്കം കൊല്ലപ്പെട്ട അൽ നസർ ആശുപത്രിയിലെ മിസൈൽ ആക്രമണത്തിൽ രാജ്യാന്തര തലത്തിൽ പ്രതിഷേധമുയരുന്നു. ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു. UK, ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ചു. മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടാനിടയായതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചു. ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച ശേഷം 189 പലസ്തീൻ മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ 75 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഇതിൽ 17 പേർ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ വെടിവയ്പിലാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 62,819 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 3 പേർ പട്ടിണി മൂലം മരിച്ചു. ഇതോടെ പട്ടിണി മരണം 117 കുട്ടികളടക്കം 303 മാറി. രാത്രികാല ബോംബിംഗ് ഗാസ സിറ്റിയിൽ ശക്തമാക്കിയതോടെ കൂടുതൽ പലസ്തീൻ കുടുംബങ്ങൾ പലായനം തുടങ്ങി. ബന്ദികളെ മോചിപ്പിക്കാനായി ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിൽ ആയിരങ്ങൾ റോഡ് അവരോധിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമ്മോട് പുല്ലമ്പാറ പഞ്ചായത്തിൽ 60 വയസ്സുകാരനായ മരപ്പണി തൊഴിലാളിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ചതായി കണ്ടെത്തി. 11ാം വാർഡിൽ താമസിക്കുന്ന ഇയാൾക്ക് ശക്തമായ തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് 21-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പുല്ലമ്പാറ പഞ്ചായത്തിൽ ഇത് 2ാം തവണയാണ് അസുഖം സ്ഥിരീകരിച്ചത്. 2023-ൽ പാലാംകോണം സ്വദേശിയായ കുട്ടിക്കും മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു. ബുധനാഴ്ച ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് മുൻകരുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചത്. ട്രെയിൻ യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. ബംഗാൾ സ്വദേശിയായ നൂർ ആലമാണ് പിടിയിലായത്. രാത്രി സമയങ്ങളിൽ ട്രെയിനിൽ ചാർജ് ചെയ്യാൻ വെക്കുന്ന മൊബൈൽ ഫോണുകളാണ് പ്രതി മോഷ്ടിച്ചിരുന്നത്. ഉടമസ്ഥർ ഉറങ്ങുന്ന സമയത്താണ് ഇത് ആലം കൈക്കലാക്കിയിരുന്നത്. ഫോൺ മോഷ്ടിച്ചതിനു ശേഷം ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങി രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ രീതി. സ്റ്റേഷൻ കഴിഞ്ഞ് മറ്റെവിടെയെങ്കിലും വെച്ച് ട്രെയിനിന് വേഗത കുറയുമ്പോഴാണ് ഇയാൾ ചാടി രക്ഷപ്പെടാറുള്ളത്. ട്രെയിനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഡിറ്റൻഷൻ സ്ക്വാഡ് അംഗങ്ങൾ അതിസാഹസികമായാണ് ഓടുന്ന ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങിയ പ്രതിയെ പിടികൂടിയത്. എറണാകുളം പുല്ലേപ്പടി ഭാഗത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായി റിപ്പോർട്ട്. 4 തവണയും കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചു. ജർമ്മൻ പത്രമായ ഫ്രാങ്ക്ഫർട്ടർ ആൽജമൈനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വ്യാപാര തർക്കം രൂക്ഷമായിരിക്കെയാണ് ട്രംപിന്റെ കോളുകൾ മോദി നിരസിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുവെന്നാരോപിച്ച് ഇന്ത്യയ്ക്ക് മേൽ 50% താരിഫ് ചുമത്തിയ ഘട്ടത്തിലാണ് ട്രംപ് മോദി സൗഹൃദം ഉലയുന്നതായി വിവരങ്ങളും പുറത്തുവരുന്നത്. ട്രംപ് പ്രഖ്യാപിച്ച പുതിയ തീരുവ നാളെ രാവിലെ മുതൽ നിലവിൽ വരികയാണ്. ജൂൺ 17-നാണ് അവസാനമായി മോദിയും ട്രംപും ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ലെന്നാണ് സൂചന. ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് മോദി ഫോണിൽ സംസാരിച്ചതെന്ന് അന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഏകദേശം 35 മിനിറ്റ് നേരം ഇരുവരും ഫോണിൽ സംസാരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ സംഭാഷണമായതിനാൽ ഓപ്പറേഷൻ സിന്ധൂരിനെക്കുറിച്ചാണ് മോദി അന്ന് ട്രംപുമായി സംസാരിച്ചത്. ADGP MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിന്മേലുള്ള തുടർ നടപടികളിൽ മജിസ്ട്രേറ്റ് കോടതി തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതി. മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം അഴിമതി നിരോധന നിയമത്തിലെ 17A ചട്ടപ്രകാരം നിലനിൽക്കുന്നതാണോ എന്ന് കോടതി ആരാഞ്ഞു. അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു വിജിലൻസ് അന്വേഷണമെങ്കിൽ അനുമതി തേടേണ്ടതായിരുന്നുവെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ വ്യക്തമാക്കി. തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളിയ പ്രത്യേക കോടതി വിധിക്കെതിരെയാണ് MR അജിത് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്.
സർക്കാർ ഇക്കാര്യത്തിൽ എന്തു നടപടിയെടുത്തു എന്നറിയിക്കാൻ നിർദ്ദേശിച്ച കോടതി നാളെ കേസ് പരിഗണിക്കാനായി മാറ്റി. വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കേസ് പരിഗണിച്ചപ്പോൾ കോടതി ആരാഞ്ഞു. തുടർന്ന് നടന്ന കാര്യങ്ങൾ അജിത് കുമാറിന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോൾ റാങ്കിൽ താഴ്ന്ന ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണെന്ന് കോടതി ചോദിച്ചു. തുടർന്നാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ അഴിമതി നിരോധന നിയമത്തിലെ 17A അനുസരിച്ച് അനുമതി വേണമായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇത്തരത്തിലുള്ള അനുമതിയൊന്നും തേടിയിരുന്നില്ല എന്നും സാധാരണഗതിയിലുള്ള അന്വേഷണമാണ് നടന്നതെന്നും അജിത് കുമാറിന്റെ അഭിഭാഷകൻ പറഞ്ഞു. പരാതിയിൽ തുടർ നടപടിയെടുക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികൃതരോട് അനുമതി തേടാൻ പരാതിക്കാരന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ മജിസ്ട്രേറ്റിന്റെ നടപടി ശരിയാകുമായിരുന്നുവെന്ന് കോടതി സൂചിപ്പിച്ചു. ആരോപണങ്ങൾ ഗുരുതരമാണെങ്കിൽ പോലും അത് പരിഗണിക്കാൻ മജിസ്ട്രേറ്റിന് നിയമപരമായ തടസ്സങ്ങളുണ്ട്. ആരോപണം ഗുരുതരമാണെന്ന പേരിൽ നിയമവ്യവസ്ഥകളെ മറികടക്കാനാവില്ല. എന്നാൽ നടപടിയുമായി മുന്നോട്ടു പോകുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. അനുമതി തേടാൻ നിർദ്ദേശം നൽകാതെയാണ് കേസെടുക്കുന്ന ഘട്ടത്തിലേക്ക് മജിസ്ട്രേറ്റ് എത്തിയത്. നിയമപരമായ ചോദ്യമാണ് വിഷയത്തിലുള്ളത്. ആരാണ് പ്രതി, ആരാണ് പരാതിക്കാരൻ, രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ തുടങ്ങിയവയൊന്നും കോടതിയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന വിഷയങ്ങളല്ല എന്നും നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിയെ അധ്യാപിക പൊള്ളലേൽപ്പിച്ചെന്ന പരാതിയിൽ കേസ്. എടയൂർ പൂക്കാട്ടിരി സ്വദേശിയായ 24-കാരിയെ പൊള്ളലേൽപ്പിച്ചെന്നാരോപിച്ച മാതാവാണ് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. ഇരമ്പിഴിയം വലിയകുന്നിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മ നടത്തുന്ന സ്ഥാപനത്തിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. തലച്ചോറ് തീനി അമീബിയെ തുരത്തുന്നതിനായി ശുചീകരണത്തിന് 1/2 കോടി കിണറുകൾ. ഓഗസ്റ്റ് 30-നും 31-നും കിണറുകളും വാട്ടർ ടാങ്കുകളും ക്ലോറിനേറ്റ് ചെയ്യും. ഓരോ വീട്ടിലും എത്തി കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്ന് ഹരിത കേരളം ചെയർപേഴ്സൺ TN സീമ പറഞ്ഞു. ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ പങ്കാളികളാകും. ജലപരിശോധന സെപ്റ്റംബർ 12 മുതൽ. സെപ്റ്റംബർ 12 മുതൽ 30 വരെ സ്കൂളുകൾ വഴിയുള്ള ബോധവൽക്കരണം നടത്തും. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ രസതന്ത്ര ലാബിനോട് ചേർന്ന് ഹരിത കേരളം മിഷൻ ജലഗുണനിലവാര പരിശോധന സൗകര്യം ഏർപ്പെടുത്തും. 350 ലാബുകൾ സജ്ജമാക്കും. സെപ്റ്റംബർ 20 മുതൽ നവംബർ 1 വരെ കുളങ്ങളിലും ജലസ്രോതസ്സുകളിലും ശുചീകരണം. അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള മാരകരോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കാനാണ് ക്ലോറിനേഷൻ. പൈപ്പ് വെള്ളം സംഭരിക്കുന്ന ടാങ്കുകൾ ക്ലോറിനേറ്റ് ചെയ്യണം. പൊതുകിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും. കിണറുകളിൽ നിലവിലുള്ള ജലത്തിന്റെ അളവനുസരിച്ച് ക്ലോറിനേഷൻ നടത്തണം. ബ്ലീച്ചിംഗ് പൗഡറും ക്ലോറിൻ ഗുളികകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകും. മെഡിക്കൽ ഓഫീസർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉപദേശം നൽകും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണത്തിന് അനുമതി തേടിയെന്നു വിജിലൻസ്. ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതി അട്ടിമറിച്ചെന്ന് ചൂണ്ടിക്കാട്ടി KSU നേതാവ് P മുഹമ്മദ് ഷമ്മാസ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിജിലൻസിന്റെ മറുപടി തേടിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിൽ വിജിലൻസ് ഇക്കാര്യം അറിയിച്ചത്. അന്വേഷണത്തിന് അനുമതി തേടിയതിലെ പുരോഗതി അറിയിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകി. കേസ് സെപ്റ്റംബർ 18-ന് വീണ്ടും പരിഗണിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ദിവ്യ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് KSU നേതാവിന്റെ ആരോപണം. ബെങ്ങാമി സ്വത്ത് ഇടപാടുകൾ അടക്കം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയിരുന്നുവെന്നു ഹർജിയിൽ പറയുന്നു. എന്നാൽ ഉന്നത ഇടപെടലിൽ 6 മാസമായിട്ടും പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാതെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞിരുന്നത്. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതിനു പിന്നാലെ ആരംഭിച്ച കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ബെനാമി പേരിൽ ദിവ്യയും ഭർത്താവും ചേർന്ന് ആരംഭിച്ചതാണെന്നാണ് ഹർജിയിലെ ആരോപണം. കോഴിക്കോട് താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപം മണ്ണും കല്ലും മരങ്ങളും റോഡിലേക്ക് വീണതോടെ ദേശീയപാത 766 താമരശ്ശേരി ചുരം വഴിയുള്ള വാഹനഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. 9-ാം വളവിന് സമീപം വൈകിട്ട് 7 മണിയോടെയാണ് വലിയ പാറക്കല്ലുകളും മണ്ണും മറ്റും റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. കാൽനട പോലും സാധ്യമല്ലാത്ത നിലയിലാണ് റോഡിൽ തടസ്സമുണ്ടായത്. തടസ്സം നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ എടുക്കുമെന്നാണ് സൂചന. മണ്ണുമാന്തി യന്ത്രമെത്തിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ഗതാഗതം ഒഴിവാക്കുന്നതാകും ഉചിതമെന്ന് പോലീസ് അറിയിച്ചു. അഗ്നിരക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അടിവാരത്തു നിന്നുള്ള വാഹനങ്ങൾ കുറ്റ്യാടി ഭാഗത്തേക്ക് പോലീസ് തിരിച്ചുവിടുന്നുണ്ട്. വൈത്തിരി ഭാഗത്തുനിന്നും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട്. കുറ്റ്യാടി വഴി അല്ലെങ്കിൽ നിലമ്പൂർ നാടുകാണി ചുരം വഴി യാത്ര ക്രമീകരിക്കണമെന്നായ പോലീസ് അറിയിപ്പ്. അടിവാരത്തും ലക്കിടിയിലും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും വാഹനങ്ങൾ തിരിച്ചുവിടുന്നുണ്ട്. മണ്ണിടിഞ്ഞപ്പോൾ തലനാരിഴയ്ക്കാണ് വാഹനങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ചുരത്തിൽ 7-ാം വളവിനും 8-ാം വളവിനുമിടയിൽ വൈകിട്ട് ലോറിക്കേടായി കുടുങ്ങി ഗതാഗത തടസ്സമുണ്ടായിരുന്നു. രാവിലെ ചുരം റോഡിൽ ഒരു ലോറി ഓവുചാലിലേക്ക് മറിഞ്ഞിരുന്നു. റോഡിന്റെ ഒരു വശത്തേക്കാണ് ലോറി മറിഞ്ഞത്. ഇതിനാൽ ഗതാഗതത്തെ ബാധിച്ചിരുന്നില്ല. അതിനിടെ ഓണമവധിയും വിനോദസഞ്ചാര സീസണും അടുക്കുന്ന സാഹചര്യം മുൻനിർത്തി മുൻപ് നടപ്പാക്കുന്നതുപോലെ തിരക്കുള്ള സമയത്ത് ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ഇതിനിടെ ഉയർന്നുവരുന്നുണ്ട്.
ചുരം റോഡിൽ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ചുരത്തിന്റെ മുകൾ ഭാഗമായ ലക്കിടിയിലും താഴ്വാരമായ അടിവാരത്തും 24 മണിക്കൂറും റിക്കവറി ക്രെയിൻ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യമുണ്ടെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം പാലക്കാട്ട് ജനതയെ വഞ്ചിക്കുകയാണെന്നും വി.ഡി. സതീശന്റെ വാർത്താസമ്മേളനവും ആരോപണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത്രമാത്രം: നിങ്ങളുടെ എംഎൽഎയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഇത്തരം നാടകങ്ങൾ വിലപോവില്ല. വനിതാ നേതാക്കളടക്കം കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ വേട്ടക്കാരനായ ഈ എംഎൽഎ നിയമസഭാംഗം രാജിവെക്കണമെന്ന നിലപാടുള്ളവരാണ്. എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? സതീശൻ അതിനാണ് മറുപടി പറയേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് കീഴിൽ വഞ്ചകരുടെയും ചൂഷകരുടെയും തട്ടിപ്പുകാരുടെയും സംഘമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കും. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ജനാധിപത്യ വിരുദ്ധ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്യും. പെണ്ണാണ് പോരാടും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രിയങ്ക ഗാന്ധി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കും. അതേസമയം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ളവർ എംഎൽഎമാരായി തുടരുകയും ചെയ്യും. സ്വന്തം തെറ്റുകൾ പുറത്തുവരുമോ എന്ന ഭയം കൊണ്ടാകാം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇത്തരം എംഎൽഎമാരെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നത്. നുണ, കാപട്യം, പതിറ്റാണ്ടുകളായി ജനങ്ങളോടുള്ള വഞ്ചന, അതാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. കേരള രാഷ്ട്രീയത്തിൽ തട്ടിപ്പുകാർക്ക് ഒരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ പ്രവൃത്തികളോട് പ്രതികരിക്കാനുള്ള കടമ ഞങ്ങൾക്കുണ്ട്. കാരണം കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഒരേയൊരു പാർട്ടി ബി.ജെ.പി. മാത്രമാണ്. ആരായാലും എവിടെയായാലും പ്രശ്നങ്ങളിൽ പെടുന്നവരെ സഹായിക്കാൻ ബി.ജെ.പി. പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ റേഷൻ കടകളിൽ കൊടുക്കുന്ന അരിയിൽ ഒരു മണി പോലും പിണറായി വിജയന്റെ അരിയില്ല. എല്ലാം മോദി അരിയാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. എന്നാൽ ജനങ്ങളുടെ അവകാശമാണെന്നതുകൊണ്ടാണ് അരി തരുന്ന ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറയാതിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിന് പ്രത്യേകമായി ഭക്ഷ്യധാന്യം അനുവദിച്ചില്ല എന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പല അവകാശവാദങ്ങളും പൊളിഞ്ഞു. കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പൈസ കൊണ്ടോ സഹകരണം കൊണ്ടോ ആണ് നടക്കുന്നത്. ഒരിടത്തും അവഗണിക്കുന്നില്ല. അത് ജനങ്ങളുടെ അവകാശമായതുകൊണ്ടാണ്. അവകാശങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നതിന് ഞങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് ഉത്സവാവസരത്തിലെങ്കിലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്രം ഒരു മാസം സംസ്ഥാനത്ത് 11,87,784 മെട്രിക് ടൺ ഭക്ഷ്യധാന്യമാണ് നൽകുന്നത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഇനത്തിൽ 69,831 മെട്രിക് ടൺ അരിയും 15,629 മെട്രിക് ടൺ ഗോതമ്പും നൽകുന്നുണ്ട്. ടൈഡ് ഓവർ അനുസരിച്ച് 33,294 മെട്രിക് ടൺ ഭക്ഷ്യധാന്യവും നൽകുന്നു. ഇതിൽ 2022 ജൂൺ വരെ നൽകിയത് 26,835 മെട്രിക് ടൺ അരിയും 6,489 മെട്രിക് ടൺ ഗോതമ്പുമാണ്. എന്നാൽ കേരളത്തിൽ ഗോതമ്പല്ല അരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് 2022 പറഞ്ഞതനുസരിച്ച് മുഴുവൻ അരിയായി കൊടുക്കുന്നു. ടൈഡ് ഓവറിൽ അരി സംസ്ഥാനത്തിന് 8.30 രൂപയ്ക്കാണ് നൽകുന്നത്. ഇത് കേരളത്തിൽ വ്യത്യസ്ത നിരക്കിൽ കൊടുക്കുന്നു. സംസ്ഥാനത്ത് യെല്ലോ കാർഡുകൾ 5.9 ലക്ഷം കുടുംബങ്ങൾക്ക് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായി നൽകുന്നു. പിങ്ക് കാർഡുകൾ 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 കിലോ അരി സൗജന്യമായി നൽകുന്നു. ഇങ്ങനെ ആകെ 41.9 ലക്ഷം പേർക്ക് ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ 22 ലക്ഷം നീലക്കാർഡ് ഉടമകൾക്ക് 8.30 രൂപയ്ക്ക് എടുക്കുന്ന അരി 4 രൂപയ്ക്ക് കൊടുക്കുന്നു. 30.27 ലക്ഷം വെള്ളക്കാർഡുകൾക്ക് 8.30 രൂപയ്ക്ക് എടുക്കുന്ന അരി 10.90 രൂപയ്ക്കും നൽകുന്നു. ഇത് ബാലൻസ് ചെയ്തു പോകുന്ന രീതിയിലാണുള്ളത്. സംസ്ഥാന സർക്കാരിന് ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. 2017 മുതൽ ഓണം പോലുള്ള അവസരങ്ങളിൽ 6 മാസത്തേക്ക് അരി മുൻകൂട്ടി കൊടുക്കുന്നുണ്ട്. 22.50 രൂപയ്ക്കെടുത്ത് സംസ്ഥാന സർക്കാരിന് സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ പറ്റും. ഇത് മുഴുവൻ നരേന്ദ്രമോദി അരിയാണെന്നും ഒരു മണി പോലും പിണറായി വിജയന്റെ അരിയില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗുരുവായൂരിലെ പൂജകൾ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ ഒരേ ബെഞ്ചാണെന്ന് സുപ്രീം കോടതി. ഉദയാസ്തമയ പൂജ, ഇല്ലം നിറ പൂജ എന്നിവ സംബന്ധിച്ച വിധികൾ പുറപ്പെടുവിച്ച ബെഞ്ചുകളിൽ ഒരേ ജഡ്ജി ഉണ്ടായിരുന്ന കാര്യം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ പൂജ കൊടിമരച്ചുവട്ടിൽ നടത്താനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കോഴിക്കോട് തൂണേരി ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പാർട്ട് ടൈം സ്വീപ്പർ കക്കട്ട് സ്വദേശി രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ ഓഫീസിലെത്തിയതായിരുന്നു. ഉച്ചയ്ക്കാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. അനധികൃത സ്വത്തു സമ്പാദന പരാതിയിൽ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് തള്ളിയതെന്നും റിപ്പോർട്ടിലെ വസ്തുതകൾ പരിശോധിക്കാതെയാണ് കോടതി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും അജിത് കുമാർ നൽകിയ ഹർജിയിൽ പറയുന്നു.
ഏലത്തൂർ സ്വദേശിയായ യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. കാണാതായ ഏലത്തൂർ സ്വദേശി വിജിൽ മരിച്ചതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. കേസുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അമിതമായ ലഹരി ഉപയോഗിച്ച യുവാവ് മരിച്ചുവെന്നും പിന്നാലെ തങ്ങൾ അയാളുടെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയെന്നും സുഹൃത്തുക്കൾ പോലീസിനോട് വെളിപ്പെടുത്തി. 2019 യുവാവിനെ കാണാതായത്. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താൻ ഒരുങ്ങുകയാണ് ദേവസ്വം. റീൽസ് ചിത്രീകരിക്കാനായി അഹിന്ദുവായ യുവതി ക്ഷേത്രകുളത്തിൽ കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്നും ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറാണ് റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്രകുളത്തിലിറങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികൃത സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണം എന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. ഫെബ്രുവരിയിൽ മോദിയുടെ വികൃതവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൂർത്തിയായിരുന്നു. പിന്നീട് കേസ് വിധി പറയാൻ മാറ്റുകയും ചെയ്തിരുന്നു. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന CIC ഉത്തരവും ദില്ലി ഹൈക്കോടതി റദ്ദാക്കി. മോദിയുടെ കേസിൽ വിധി പറഞ്ഞ അതേ ജഡ്ജിയാണ് ഈ ഉത്തരവും റദ്ദാക്കിയത്. സ്മൃതി ഇറാനി 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായ വിവരങ്ങൾ പുറത്തുവിടണമെന്നായിരുന്നു CIC ഉത്തരവ്. ഇതിനെ മറികടന്നാണ് ഹൈക്കോടതി വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെയും വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പൊതുതാൽപര്യമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. വ്യക്തിഗത വിവരങ്ങളാണെന്നും ആ വ്യക്തി പൊതുപദവി വഹിക്കുന്നയാളാണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണെന്നും വിവരാവകാശ നിയമപ്രകാരം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ലെന്നും ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞു. സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനാണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയതെന്നും അല്ലാതെ കോലാഹലങ്ങൾക്ക് വക നൽകാനല്ലെന്നും കോടതി വ്യക്തമാക്കി. 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് MPയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ധാർമ്മിക നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചോദിച്ചു. 2013 RJD നേതാവ് ലാലു പ്രസാദ് യാദവിന് പ്രയോജനകരമാകുന്ന വിധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഓർഡിനൻസ് വലിച്ചുകീറിയ രാഹുൽ പുതിയ ബില്ലിനെ എന്തിനാണ് എതിർക്കുന്നതെന്നും ഷാ ചോദിച്ചു. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ജയിലിൽ നിന്ന് ഭരണം നടത്താൻ അനുവാദം നൽകുന്നത് ന്യായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശസ്ത കന്നഡ നടൻ ദിനേശ് മംഗളൂരു 63 അന്തരിച്ചു. ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ കുന്താപുരത്തെ ഒരു ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ഭീകരരെ വധിച്ചത് അവരുടെ മതമേതെന്ന് നോക്കിയല്ല, മറിച്ച് അവരുടെ ചെയ്തികൾ കണക്കിലെടുത്താണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മതമേതെന്ന് ചോദിച്ചതിനു ശേഷമാണ് ഭീകരർ നിരപരാധികളായ 26 പേരെ കൊന്നൊടുക്കിയതെന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന എന്ന് PTI റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഗാസയിൽ ഇസ്രയേൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 4 മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് റിപ്പോർട്ട്. അസോസിയേറ്റഡ് പ്രസിനു വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഒരു ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും തനിക്ക് അതിൽ സന്തോഷമില്ലെന്നും അത് കാണാൻ താൽപ്പര്യമില്ലെന്നും പറഞ്ഞ ട്രംപ് നമ്മൾ ആ പേടി സ്വപ്നം അവസാനിപ്പിക്കണമെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അദാനി ഗ്രൂപ്പിന് ഇന്ത്യൻ കമ്പനികൾ വായ്പ അനുവദിക്കുന്നത് വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഏതാണ്ട് 2.6 ലക്ഷം കോടി രൂപയാണ് ഗ്രൂപ്പിന്റെ മൊത്തം കടം. ഇതിൽ പകുതിയും ഇന്ത്യയിലെ പ്രാദേശിക ബാങ്കുകളുടെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും വകയാണെന്നും റിപ്പോർട്ട്. ഒരു വർഷത്തിലെ വർധനവ് 40%. RBI പലിശ നിരക്ക് കുറച്ചതും ഇന്ത്യയിൽ നിന്ന് വായ്പ സ്വീകരിക്കുന്നത് എളുപ്പമായതും മെച്ചപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗുമാണ് വർധനയ്ക്ക് കാരണമെന്നും റിപ്പോർട്ട് തുടരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ മൊത്തം കടം 20% വർദ്ധിച്ചത്. ഈ കാലയളവിൽ അദാനി ഗ്രൂപ്പിന് പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന വായ്പയും വർദ്ധിച്ചു. ആകെ വായ്പയുടെ 18% വായ്പയും നൽകുന്നത് പൊതുമേഖലാ ബാങ്കുകളാണ്. ബാങ്ക് ഇതര സാമ്പത്തിക സ്ഥാപനങ്ങളും മറ്റു സാമ്പത്തിക സ്ഥാപനങ്ങളും നൽകിയ വായ്പ ആകെ വായ്പയുടെ 25%. കഴിഞ്ഞ വർഷം ഇത് 29%. വിദേശ കമ്പനികളിൽ നിന്ന് ഡോളറിൽ വാങ്ങിയിരുന്ന വായ്പ 31% 23% കുറയുകയും ചെയ്തു.